ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഓണം പ്രമാണിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു സ്റ്റൈലിൽ സ്പെഷ്യൽ കൂട്ടുകറിയാണ്. ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ചേർക്കുന്ന മസാല പൊടികൾ ഞാൻ പൊടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ കുരുമുളകും അതുപോലെ വറ്റൽമുളകും ഒക്കെ വറുത്തിട്ട് അത് പൊടിക്കുന്ന ഭാഗം കാണിച്ചിട്ടില്ല. അപ്പോൾ വറുത്തിട്ട് ഞാനങ്ങ് മിക്സിയുടെ ജാറിലിട്ട് ചൂടാറുമ്പോൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തേങ്ങ ഞാൻ ആദ്യമേ തന്നെ അങ്ങ് വറുത്ത് വെക്കുകയാണ്. ചേന വീഴുന്ന സമയത്ത് തേങ്ങ വറുത്ത് വെക്കുകയാണ്. സമയം ലാഭിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇത് ഈ കറി റെഡിയായിട്ട് ലാസ്റ്റിൽ വറുത്ത് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമ്മൾ പൊടിച്ച പൊടിയിൽ 1 ടേബിൾ സ്പൂൺ പൊടിയേ ഞാൻ ചേർത്തുള്ളൂ. ഒരു ഏകദേശം 2 ടേബിൾ സ്പൂണോളം പൊടി കിട്ടും. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ ശർക്കര ചീകി എടുക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഫുള്ള് ശർക്കര ഞാൻ ചേർത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു പാകം അനുസരിച്ച് ചേർക്കണം. 1 ടേബിൾ സ്പൂൺ ഫുള്ള് കറക്റ്റ് പാകമാണ്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. ലോക്ക്ഡൗൺ സീരീസ് ഒന്നും ഞാൻ നിർത്തി വെച്ചിട്ടില്ല കേട്ടോ. എനിക്ക് അടുപ്പിച്ച് 3-4 ദിവസം മോർണിംഗ് ഡ്യൂട്ടി ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ്. അത് ഞാൻ 2-3 റെസിപ്പിയുടെ കഴിഞ്ഞിട്ട് വീണ്ടും ലോക്ക്ഡൗൺ സീരീസ് തുടരുന്നതാണ്. കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ വറുത്തെടുത്ത് അത് പൊടിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനായിട്ടൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പൊടിക്കാത്ത കുരുമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ജീരകം അഥവാ നല്ല ജീരകം 1 ടീസ്പൂണാണ്, 1 ടീസ്പൂണ് ചേർക്കുകയാണ്. ഇതിൻ്റെ കൂടെ വറ്റൽമുളക് 6 എണ്ണം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ വറുത്തെടുക്കണം. കരിയൊന്നും ചെയ്യില്ല. ചെറിയ തീയിലിട്ട് ഒന്ന് നല്ലതുപോലെ ചൂടായ മതി. നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. ചൂടാകുമ്പോഴാണ് നല്ലതുപോലെ പൊടിച്ചെടുക്കാനും പറ്റും, നല്ല മണവും കിട്ടും കേട്ടോ. ഇപ്പോൾ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എൻ്റെ കൈക്ക് 1.5 കൈപ്പിടി ചേന ഇത് നല്ലതുപോലെ ഇതേപോലെ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ലതുപോലെ തൊലി കളഞ്ഞ് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയെടുത്തതാണ്. ഇത് സാധാരണ ചേനയ്ക്ക് കായേക്കാട്ടിൽ വേവ് കൂടുതലായതുകൊണ്ടാണ് ഇത് ആദ്യമേ ചേർക്കുന്നത് കേട്ടോ. ഒരു 5-6 ഉള്ളി 2ആയിട്ടും 3ആയിട്ടും കീറിയത്. ഇനി 1 തണ്ട് കറിവേപ്പില കൈ കൊണ്ട് ഇങ്ങനെ 2ആയിട്ട് കീറിയിട്ടത്. 1 പച്ചമുളക് നടുകെ പിളർന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട. ഈ ചേനയും അതുപോലെ കായും വേണമല്ലോ. അപ്പോൾ ആ ഒരു പാകത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്. ഇനി ഇത് അടച്ച് വെച്ചിട്ടൊരു മീഡിയം തീയിൽ ഈ ചേനയൊന്ന് പകുതി കുക്കാവുന്നിടം വരെ, അതായത് പകുതി വെന്ത് കിട്ടുന്നിടം വരെ വേവിച്ചെടുക്കണം. തേങ്ങ വറുത്ത് ചേർക്കണം. ഇതാണ് ഈ കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ വറുത്ത് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ നമുക്ക് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ, അതായത് ഒരേപോലെ വറുത്ത് കിട്ടണമെങ്കിൽ ഈ തേങ്ങയെ ചെറുതായിട്ട് ഒരേപോലെ തന്നെ തിരുമ്മിയെടുക്കണം. ഇപ്പം അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന തേങ്ങയെ ഒരേപോലെ തിരുമ്മിയതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് മൂപ്പിച്ചെടുക്കാൻ പറ്റും. ഒരേപോലെ തന്നെ എല്ലാം നല്ലതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറം കിട്ടും കേട്ടോ. ഇതിൽ നിങ്ങൾ അടുത്ത് നിന്ന് തന്നെ വേണം ഇത് വറുത്തെടുക്കാൻ കേട്ടോ. തേങ്ങ നല്ലതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഒക്കെ ഇട്ടിട്ട് അടുത്ത് തന്നെ നിന്ന് ഇതേപോലെ വറുത്തെടുക്കണം. അപ്പോൾ ഏകദേശം ഈ ചേന ഇവിടെ പകുതി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ച ഏത്തക്കായ അഥവാ നേന്ത്രക്കായ അരിഞ്ഞത്, ചതുരത്തിൽ തന്നെ അരിഞ്ഞതാണ്. അപ്പോൾ കായും അതുപോലെ തന്നെ ഈ ചേനയും ചതുരത്തിൽ അരിയണം കേട്ടോ. ഒരേപോലെ അരിയണേ, ഏകദേശം ഒരേ വലിപ്പത്തിൽ അരിയണം. ഇത് അളവെന്ന് പറയുമ്പം അളവ് കപ്പിന് 1 കപ്പും പിന്നെ ഒരു 1/4 കപ്പും കൂടെ അരിഞ്ഞതിന് ശേഷം കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ കൈ അളവിൽ എടുക്കുകയാണെങ്കിൽ
ഒരു കൈപ്പിടിയും പിന്നെ ഒരു അര കൈപ്പിടിയോളം ചേർത്ത് കൊടുക്കുവാണേ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഈ കായയും കൂടെ നല്ലതുപോലെ വേവണം. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇപ്പം നമ്മൾ വറുത്ത് പൊടിച്ച അതിൽ നിന്നും 1 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കണം കേട്ടോ. ഈ ഒരു പൊടി ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയുടെ ചേർക്കുവാണ്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഒന്ന് ചീകിയതോ അതുപോലെ അല്ലെങ്കിൽ ഇങ്ങനെ പൊടിച്ചതോ അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് വേണ്ട, ഇത് പിന്നത്തെ കിടന്നങ്ങ് അലിഞ്ഞോളും. ഒറ്റ കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കരുത്, ഒന്ന് ഇടിച്ചെടുക്കുകയോ ചീകി എടുക്കുകയോ ചെയ്യണം. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന 1/2 കപ്പ് കടല ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് വെള്ളമൊഴിച്ച് വേവിച്ചതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒരു വേവിൻ്റെ പരുവമെന്ന് പറഞ്ഞാൽ ഈ വെള്ളം അങ്ങ് വറ്റിയതുപോലെ ആവും. പിന്നെ ഇതിനകത്ത് കുറച്ച് പച്ചക്കറിയൊക്കെ ഒന്ന് ഉടഞ്ഞ പോലാവും. പക്ഷെ എല്ലാം അങ്ങ് ഉടഞ്ഞു പോരുത് കേട്ടോ. ആ ഒരു പരുവത്തിൽ വേണം നിങ്ങളിതാക്കി എടുക്കാൻ കേട്ടോ. ഇതിൻ്റെ ഗ്രേവിയെല്ലാം വറ്റിയിട്ടുണ്ട്. അതുപോലെ ഇത് നമ്മൾ ഉടച്ചൊന്നും കൊടുത്തില്ല, എന്നാൽ കുറച്ച് പച്ചക്കറി ഉടഞ്ഞിട്ടുമുണ്ട്. നോർമലി അങ്ങ് ഉടഞ്ഞതാണ്, അല്ലാതെ കുറച്ച് ഉടയാതെ ഉണ്ട്. ഇങ്ങനെ മതി കേട്ടോ. അപ്പം ഞാനിവിടെ തീ ഓഫാക്കി. ഇനി നമുക്കിതിലേക്ക് തേങ്ങ വറുത്തെടുത്തത് ചേർത്ത് കൊടുക്കാം. കൂട്ടുകറി ഞാനിവിടെ ഓഫാക്കിയിട്ടുണ്ട്. ഇത്രയും ഈ തേങ്ങ മിക്സ് ചെയ്തതിന് ശേഷം ഈ രീതിയിൽ ഇളക്കിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കണം. ഇപ്പോൾ പാൻ ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ്. കടുക് പൊട്ടുമ്പോൾ 1 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില, ഒരു 4-5 കൊച്ചുള്ളി കടുക് താളിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ശർക്കര ചേർത്തത് ഞാനൊരു ചെറിയ കഷ്ണം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ. അത് ഞാൻ വീഡിയോക്കകത്ത് എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളൊന്ന് നോക്കണം, അതിൻ്റെ മധുരമൊക്കെ കറക്റ്റാണ്. നമുക്ക് കുരുമുളകൊക്കെ ചേർക്കുന്നതുകൊണ്ട് ആ ശർക്കരയൊക്കെ കറക്റ്റായിട്ട് ബാലൻസ് ആയിട്ട് വരുവാണെങ്കിൽ ആ എരിവൊക്കെ ഒരുപാട് കൂടാതെ നല്ല ടേസ്റ്റിൽ വരത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്ന ഈ പൊടിയെല്ലാം കറക്റ്റാണ്. അപ്പം ഞാൻ നിങ്ങളെ വറുത്ത് കാണിച്ച അത്രയിൽ നിന്നും പൊടിച്ചെടുത്തത് ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. അതിൽ 1 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തുള്ളൂ. ഇത് കറക്റ്റ് പാകമാണ് കേട്ടോ. പക്ഷേ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്, ഇങ്ങനെ വറുത്ത് ഇത് ചേർക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു കറിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ഈ കറി ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത ഒരു അടിപൊളി റെസിപ്പിയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.